ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് മെഷീൻ ലേണിംഗ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ്. അതായത് ബയോ ഇൻഫോർമാറ്റിക്സിനകത്ത് ഒരുപാട് ട്രെൻഡ്സ് പോസിബിളാണ്. അതായത് ടോപ്പ് ടെക്നോളജി ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരുപാട് ടെക്നോളജി ട്രെൻഡ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടോപ്പ് ടെക്നോളജി ട്രെൻഡ്സ് ഉണ്ട്. സോ അതൊക്കെ എങ്ങനെ നമ്മളുടെ ബയോ ഇൻഫോർമാറ്റിക്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ബയോ ഇൻഫോർമാറ്റിക്സ് കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള സ്റ്റഡിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് ടെക്നോളജി ട്രെൻഡ്സ് ഉണ്ട്. സോ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ മെഷീൻ ലേണിംഗ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മുന്നേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തിരുന്നത്? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു, പിന്നെ കമ്പ്യൂട്ടേഷണൽ ബയോളജിയും ബയോ ഇൻഫോർമാറ്റിക്സും കമ്പയർ ചെയ്തു, പിന്നെ കുറച്ച് ബയോളജിക്കൽ ടേംസ് നമ്മൾ പഠിച്ചു. സെൽസ്, പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് DNA പഠിക്കാണ്ട്, RNA, അമിനോ ആസിഡ്, പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബയോളജിക്കൽ ടേംസ് ഇനിയും പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ റുക്സാന മിസ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതാണ്. സോ നമ്മൾ യൂകാരിയോട്സ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ട്രെൻഡ്സ് എങ്ങനെ ബയോ ഇൻഫോർമാറ്റിക്സിൽ കൊണ്ടുവരാമെന്നാണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് എന്നുള്ള ആ ഒരു ടെക്നോളജി ട്രെൻഡ് എങ്ങനെ ബയോ ഇൻഫോർമാറ്റിക്സിൽ കൊണ്ടുവരാം. Machine learning in bioinformatics is the application of machine learning algorithm to bioinformatics. അതായത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. നിങ്ങൾക്ക് തേർഡ് മോഡ്യൂളിലൊക്കെ അൽഗോരിതംസിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ കോഡിംഗ് ഒക്കെ കുറച്ച് ചെയ്തവരാണ്, ഇപ്പോൾ പഠിക്കുന്നവരാണ്. സോ അൽഗോരിതംസിൻ്റെ യൂസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇത്തരം മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്, അതായത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ബയോ ഇൻഫോർമാറ്റിക്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Machine learning has been applied to genomics, proteomics, microarrays, system biology, evolution and text mining. ഒരുപാട് ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകളിലേക്ക് ഈ മെഷീൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ത്രൂസ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ആർ ഓൾസോ മെയ്ഡ് പോസിബിൾ ബൈ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്. ഇങ്ങനെയുള്ള ഒരുപാട് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബയോ ഇൻഫോർമാറ്റിക്സിൽ ഒരുപാട് ബ്രേക്ക് ത്രൂസ്, അതായത് ഒരുപാട് മുന്നേറ്റങ്ങൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഓരോ ഏരിയാസിലും നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. Prior to the emergence of machine learning algorithms, bioinformatics algorithms had to be explicitly programmed by hand. For each problem such as protein structure prediction, this proved extremely difficult. അതായത് നമ്മൾ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ വരവിൻ്റെ മുന്നേ, അതായത് അതിൻ്റെയൊക്കെ മുന്നേ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമേഴ്സ് തന്നെ എക്സ്പ്ലിസിറ്റ്ലി ആയിട്ട് ബൈ ഹാൻഡ് നമ്മൾ തന്നെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെക്കും. അതിനനുസരിച്ചാണ് അൽഗോരിതംസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ മാനുവലി നമ്മളിങ്ങനെ സ്ട്രക്ചർ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ, ജീൻ പ്രഡിക്ഷൻ എന്നൊക്കെ വരുന്ന കൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യുന്നിടത്തും ഓരോ കേസുകൾ വരുമ്പോൾ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബൈ ഹാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മെഷീൻ ലേണിംഗ് വന്നതോടുകൂടി ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി. കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് മെക്കാനിസംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. മെഷീൻ ലേണിംഗ് ടെക്നിക്സ് സച്ച് ആസ് ഡീപ്പ് ലേണിംഗ് എനാബിൾ മേക്കിംഗ് യൂസ് ഓഫ് ഓട്ടോമാറ്റിക് ഫീച്ചർ ലേണിംഗ് സോ ദാറ്റ് ദ അൽഗോരിതം ക്യാൻ ലേൺ ഹൗ ടു കമ്പൈൻ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഓഫ് ഇൻപുട്ട് ഡാറ്റ ടു മോർ അബ്സ്ട്രാക്ട് ഫീച്ചേഴ്സ്. അതായത് ഇവിടെ ഈ മെഷീൻ ലേണിംഗ് ടെക്നിക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ അവിടെ ഒരു പുതിയ ടെക്നിക്ക് കൊണ്ടുവന്നു, അതായത് ഡീപ്പ് ലേണിംഗ്. അതായത് നമ്മൾ മാനുവലി ഓരോന്ന് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ മാനുവലി സെറ്റ് ചെയ്യുന്നതിനേക്കാൾ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഫീച്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞ പോലെ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആവട്ടെ, ജീൻ പ്രഡിക്ഷൻ ആവട്ടെ, ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ മാനുവലി ഉണ്ടാക്കുന്നതിനേക്കാൾ എഫിഷ്യൻ്റായിട്ട് ആർക്ക് പെർഫോം ചെയ്യാൻ പറ്റും? മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് പെർഫോം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിക്കാനും ആർക്ക് പറ്റും? നമ്മളുടെ മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾക്ക് കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ ജീൻസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഡാറ്റാബേസിലേക്ക് എൻ്റർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ വലിയൊരു ഡാറ്റ സെറ്റ് ഉണ്ട്. അത് സ്റ്റഡി ചെയ്തിട്ട് ഈ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യുകയും ഇന്ന ജീന് മാച്ച് ആവുന്നത് ഇന്ന ജീനിലേക്കാണെന്നൊക്കെയുള്ള രീതിയിൽ ഐഡൻറ്റിഫിക്കേഷൻസ് അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഈ മെഷീൻ ലേണിങ്ങിലൂടെ വന്നു. അതിപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസ് ആവട്ടെ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലാവട്ടെ, അവിടെയൊക്കെ ഈ ഓരോ ബെനിഫിറ്റുകളുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് ആണെന്ന് മാത്രം. ഓക്കെ, ജീനോമിക്സ്.
ജീനോമിക്സ് ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് ജീനോം. നമ്മൾ പറഞ്ഞു ജീനോമിൻ്റെ സ്റ്റഡിയാണ് ജീനോമിക്സ് എന്ന് പറയുന്നത്. ജീനോം പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അവിടെയും മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ് തന്നെയാണ് കൊണ്ടുവരുന്നത്. അതായത് ആദ്യ കാലങ്ങളിൽ ഈ ജീനോം പ്രൊജക്റ്റ് കൊണ്ടുവന്നപ്പോൾ ഒക്കെ മാനുവലിയാണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ടെക്നോളജി ട്രെൻഡ്സ് ഒക്കെ വന്നതിൽ പിന്നെ അതൊക്കെ എങ്ങനെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള സ്റ്റഡി തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ജീനോമിക്സിലൊക്കെ നമ്മൾ മെഷീൻ ലേണിംഗ് കൊണ്ടുവന്നത്. ദ കംപ്ലീറ്റ് DNA സീക്വൻസ് ഓഫ് ഓർഗാനിസം വൈൽ ജീനോമിക് സീക്വൻസ് ഡാറ്റ ഹിസ്റ്റോറിക്കലി ബീൻസ് പാസ് ഡ്യൂ ടു ദ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഇൻ സീക്വൻസിങ് പീസ് ഓഫ് DNA. അതായത് നമ്മൾ ഈ ജീനോമിക് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ഓർഗാനിസത്തിൻ്റെയും DNA സീക്വൻസാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. അതിലൂടെയാണ് അവർക്ക് അനലൈസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ പണ്ടൊക്കെ മാനുവലായിട്ട് ചെയ്തത് കാരണം വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഈ സീക്വൻസിങ് ചെയ്യുന്നതും പീസ് ഓഫ് DNA അനലൈസ് ചെയ്യുന്നിടത്തൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മെഷീൻ ലേണിംഗ് വന്നതിൽ പിന്നെയാണ് അത് മെല്ലെ മെല്ലെ ആ ഒരു ഫീൽഡ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വൈൽ റോ ഡാറ്റ ബിക്കം ഇൻക്രീസിംഗ്ലി അവൈലബിൾ. ഇപ്പോൾ പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് റോ ഡാറ്റ, അതായത് ഒരുപാട് ജീൻസ് ഈസിലി അവൈലബിൾ ആണ്, ആക്സസിബിൾ ആണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയാണ്. അതായത് അത്രയും കണ്ടന്റ് നമുക്കുണ്ട് ചെയ്യാണ്ട്. അപ്പോൾ കണ്ടന്റ് ഇല്ലാത്ത പ്രശ്നമില്ല, നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അനലൈസ് ചെയ്യണമെങ്കിൽ ഡാറ്റ വേണം. അപ്പോൾ അത്രയും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അത് അത്രയും അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു പണ്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഗെറ്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പോൾ സൊല്യൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ബയോളജിക്കൽ ഡാറ്റ കിട്ടി, ഇനി അത് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം. ഇന്ന സെറ്റാണ് ഇത്, അതിൻ്റെ ഹോമോലോഗസ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനനുസരിച്ച് സൊല്യൂഷൻസ് കാണേണ്ടതുണ്ട്. സോ അവിടെയാണ് നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയും കിടക്കുന്നത്. There is an increasing need to development a computational genomic tool among the machine learning system that can automatically determine location of protein encoding genes within given DNA sequence. This problem computational biology known as gene prediction. അതായത് നമ്മൾ പറഞ്ഞു കുറേ ജീൻസ് നമുക്ക് അവൈലബിൾ ആയി കാലങ്ങളെ കൊണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പിന്നെ കാലങ്ങളെ കൊണ്ട് ജീൻസ് അവൈലബിൾ ആയി, ആക്സസിബിൾ ആയി. പക്ഷേ പിന്നീട് പ്രശ്നം എന്താ വെച്ചാൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാനുള്ള ടൂൾസ് ഇല്ല. നമ്മൾ മാനുവലി ഒന്ന് അതിക്ക് മാച്ച് ചെയ്യും, ഇതിക്ക് മാച്ച് ചെയ്യും, ഇത് മാച്ച് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാമെന്നല്ലാതെ നമുക്ക് അതിന് പ്രത്യേകം ടെക്നിക്സ് ഒന്നും അന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മെഷീൻ ലേണിംഗ് മെക്കാനിസംസും ടെക്നിക്സൊക്കെ കൊണ്ടുവന്നതിലൂടെ നമുക്ക് കുറേ കമ്പ്യൂട്ടേഷണൽ ജീനോമിക് ടൂൾസ് കിട്ടി. അത് യൂസ് ചെയ്ത് കണ്ട് ഓട്ടോമാറ്റിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഇന്ന പ്രോട്ടീൻ്റെ ലൊക്കേഷൻ ഇതാണ്, ഇതും ആ പ്രോട്ടീൻ തമ്മിൽ മാച്ചാണ്, ഈ DNA-യും ആ DNA സീക്വൻസും തമ്മിൽ മാച്ച് ആവുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇത്തരം ഓട്ടോമാറ്റിക് ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി. സോ ഇത്തരം കമ്പ്യൂട്ടേഷണൽ ബയോളജീനെ നമ്മൾ പറഞ്ഞിരുന്ന പേരാണ് എന്ത്, ജീൻ പ്രഡിക്ഷൻ. അതായത് ഈ ജീന് ഇന്നതാണ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ സെറ്റിൽ ഉള്ള ഡാറ്റ വെച്ച് ഓട്ടോമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെന്ത് ത്രൂ ആണ് പോസിബിൾ ആയത്, നമ്മളുടെ മെഷീൻ ലേണിംഗ് മെക്കാനിസം ത്രൂ ആണ് പോസിബിൾ ആയത്. Gene prediction is commonly performed through a combination what is known as extrinsic and intrinsic searches. ഈ ജീൻ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് എക്സ്ട്രിൻസിക് ആയിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഒന്ന് ഇൻട്രിൻസിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ എക്സ്ട്രിൻസിക് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഡാറ്റാബേസ് ഉണ്ടാവും. ആ ലാർജ് ഡാറ്റാബേസിനകത്ത് ഒരുപാട് ജീൻസ് ഉണ്ടാവും. പ്രീവിയസ്ലി ഡിസ്കവേർഡ് ആയിട്ടുള്ള ഒരുപാട് ജീൻസ് ഉണ്ടായിരിക്കും. അവരുടെ ലൊക്കേഷൻസൊക്കെ അനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അനോട്ടേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്നതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയ കിട്ടിയ ഒരു ജീനെ നമ്മളത് ത്രൂ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ സ്ട്രിങ് ഓഫ് ബേസസ് ഡാറ്റാബേസിനകത്തുള്ള ഒരുപാട് ജീൻ സീക്വൻസുകൾ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇന്ന ജീനായിട്ടാണ് അത് മാച്ച് ചെയ്യുന്നത് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഹോമോലോഗസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ എക്സ്റ്റെൻസിക് സെർച്ചസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ജീൻ കിട്ടി, അത് നമ്മൾ ഈ ഡാറ്റാബേസിൽ അതിന് മാച്ചായ ആളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. However, the given limitation in the size of database known as annotated gene sequence. Not all the genes in given input sequence are identified through homology alone. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ എക്സ്റ്റെൻസിക് സെർച്ചസ് മാത്രം കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ജീനുകളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം അത്രയും ഡാറ്റാബേസിന് എത്രയൊക്കെയായാലും ലിമിറ്റേഷൻസ് വരില്ല. അതിൻ്റെ അപ്പുറത്തേക്കാണ് വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിൻ്റെ ജീൻസ് അവൈലബിൾ ആവുകയും അത് നമുക്ക് കരുതിയ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ എക്സ്റ്റെൻസിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് മാത്രം എന്താവില്ല, കാര്യം ഉണ്ടാവില്ല. Therefore, an intrinsic search needed were given gene prediction program identify remaining genes from the DNA sequence. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, അപ്പോൾ എക്സ്റ്റെൻസിക് കൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ പിന്നെ ഇൻട്രൻസിക് സെർച്ചിലേക്ക് വരും. ഇൻട്രൻസിക് സെർച്ചിലേക്ക് വരുമ്പോൾ ആ DNA സീക്വൻസ് ഒറ്റയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും, അതിനനുസരിച്ച് ഇന്ന DNA ആണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. Machine learning has also been used for the problem of multiple sequence alignment, which involve aligning many DNA amino acid sequence in order to determine region or similarity that could indicate shared evolutionary history. It can also be used to detect and visualize genome rearrangements.
അവിടെയും നമ്മൾ ഈ പറഞ്ഞ ഈ മെഷീൻ ലേണിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ DNA ഉള്ളിലുള്ള ഇന്ന സ്ട്രക്ചേഴ്സാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇന്ന ഡാറ്റയാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് മെഷീൻ ലേണിംഗ് ത്രൂ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് വെച്ച പ്രോഗ്രാമിൻ്റെ ബേസിൽ ഈ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന DNA ആണ്, ഇന്നതാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ എന്നുള്ളത് ഈ മെഷീൻ ലേണിംഗ് ത്രൂ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ജീനോം റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആ ജീനിനകത്തേക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് വരുത്തണമെങ്കിൽ അത് വരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ജീനിനെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ കൺസെപ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെഷീൻ ലേണിംഗ് മെത്തേഡ് ത്രൂ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ബയോ ഇൻഫോർമാറ്റിക്സിൽ ചെയ്യുന്നത്. ഇന്ന് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നത്. അങ്ങനെ ടെക്നോളജി ട്രെൻഡ്സ് എന്ന് പറയുന്ന എല്ലാ ട്രെൻഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോ ഇൻഫോർമാറ്റിക്സിൽ ഇംപ്ലിമെൻറ്റേഷൻസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സെർച്ചിങ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സമയപരിധി കൊണ്ട് ആകെ 30 hours നിങ്ങൾക്ക് ബയോ ഇൻഫോർമാറ്റിക്സ് ഉള്ളത്. സോ നമുക്ക് അത്രയും കൺസെപ്റ്റുകൾ എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു എന്താ പറയുക ട്രെൻഡ്സ്, ടെക്നോളജി ട്രെൻഡ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ബയോ ഇൻഫോർമാറ്റിക്സിനകത്തുള്ളത് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ബയോളജി കൺസെപ്റ്റുകൾ ഞാൻ കഴിഞ്ഞ ദിവസം സെല്ലും പ്രോകാരിയോട്സും യൂകാരിയോട്സും ഒക്കെ എടുത്തു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള RNA DNA ഒക്കെ റുക്സാന മിസ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും നോട്ട്സ് ചെയ്തെടുത്തോളൂ. താങ്ക് യു സോ മച്ച്.